ഫ്ലിപ്കാർട്ട് ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഹൈ ഗായ്സ്, നമ്മൾ ഓൺലൈനിൽ പലതരം തട്ടിപ്പുകൾ കേട്ടിട്ടുണ്ടാവും. സോ അതേപോലെ സംഭവിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും അതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെയും നമ്മളിവിടെ കോൾ ഔട്ട് ചെയ്യുക. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിനെ ഇവിടെ കോൾ ഔട്ട് ചെയ്യുക. കാരണം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അതെ ഗൈസ്, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് HP ഒമൻ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പർച്ചേസ് ചെയ്ത ഡേറ്റ് നോക്കുവാണെങ്കിൽ ജനുവരി 7-ാം തീയതിയാണ്. ഡെലിവർ ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 15-ാം തീയതി. ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റും ഞാൻ എന്നാണ് വാങ്ങിയത്, എന്നാണ് എനിക്ക് ഡെലിവറി കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ടോട്ടൽ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് 1,14,228 രൂപയാണ്. നമ്മൾ സാധാരണക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ 1,14,228 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ എമൗണ്ട് അല്ല. അത് സാധാരണക്കാരനൊന്നുമില്ല കേട്ടോ, ആർക്കാണെങ്കിലും ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതായത് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് നമുക്ക് ഇൻവോയ്സ് കിട്ടും. അതായത് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് അതിനൊരു ബില്ല് പോലെ നമുക്ക് ഇൻവോയ്സുകൾ നമുക്ക് കളക്ട് ചെയ്യാവുന്നതായിരിക്കും. ഈ ഇൻവോയ്സിൻ്റെ അകത്ത് ലാപ്ടോപ്പിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇൻവോയ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ HP ഷോപ്പിൽ പോയിട്ട് വാറണ്ടി ക്ലെയിം ചെയ്യുന്നത്. നമ്മുടെ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലെയിം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവോയ്സ് ഡീറ്റെയിൽസ് ആവശ്യമാണ്. അപ്പോൾ ഇൻവോയ്സിൻ്റെ അകത്ത് സീരിയൽ നമ്പർ ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഫസ്റ്റത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവോയ്സിൽ ഈ നമ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, കസ്റ്റമർ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു ഡീറ്റെയിൽ കാണിച്ചു തരാം. നമ്മളത് വാങ്ങിയ ആ ഒരു ടൈമിൽ 15-ാം തീയതി നമുക്ക് റിസീവ് ചെയ്തെന്ന് കാണിക്കുന്നുണ്ട്. ഓർഡർ റിസീവായ ഡേറ്റ് 15-ആണ് കാണിക്കുന്നത്. അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ ഈ ഒരു പ്രശ്നം ഫൈൻഡ് ചെയ്ത് നമ്മൾ അവർക്കൊരു മെസ്സേജായിട്ട് നമ്മളൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ ഒരു ഇഷ്യൂ അൺറിസോൾവ്ഡ് ആണ്, മീൻസ് അതൊരു സോൾവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സീരിയൽ നമ്പറിൻ്റെ മിസ്റ്റേക്സ് മാത്രമായിരുന്നു നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് 48 മണിക്കൂർ 24 മണിക്കൂറിൽ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് അവർ പറയുന്നത്. എന്തോ നമ്മൾ പഠിച്ച് വെച്ച് പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് കസ്റ്റമർ സപ്പോർട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓൾറെഡി ലാപ്ടോപ്പിൻ്റെ അടിഭാഗങ്ങളിൽ നമുക്ക് നോർമലി സീരിയൽ നമ്പർ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സീരിയൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, HP വെബ്സൈറ്റിൽ വാറണ്ടി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ HP വാറണ്ടി വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തപ്പോഴുള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. നോക്കിയ സമയത്ത് വാറണ്ടി എക്സ്പയർഡ് ആണെന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് HP ഒബ്രോൺ മാളിലെ ഷോപ്പിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാറണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചെക്ക് ചെയ്ത സമയത്തും ഇതേപോലെ വാറണ്ടി എക്സ്പയർഡ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് നമ്മൾ പ്രോഡക്റ്റ് ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഓൾറെഡി കുറച്ച് പഴയ ലാപ്പാണ്, 2021-22 ആ ടൈമിൽ റിലീസ് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാറണ്ടി എക്സ്പയർഡ് ആണെന്ന് തന്നെയാണ് കാണിക്കുകയുള്ളൂ. നമ്മളത് വീണ്ടും ഇൻവോയ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉപയോഗിച്ച് തന്നെ വാറണ്ടി വീണ്ടും റീക്ലെയിം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് HP ഷോപ്പിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ച് മിസ്റ്റേക്സുകൾ ഫൈൻഡ് ചെയ്തു. അതായത് ഒന്ന്, ഈ വാറണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സീരിയൽ നമ്പർ ഇൻവോയ്സിലില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ലാപ്ടോപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ HP ഇതാണ് ലാപ്ടോപ്പ്. HP ഒമൻ ലാപ്ടോപ്പ് വളരെ സ്പെക്കുള്ള ഒരു അടിപൊളി ലാപ്ടോപ്പാണ് HP ഒമൻ എന്ന് പറയുന്നത്. എനിക്ക് ലാപ്ടോപ്പ് ബ്രാൻഡിനോ എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതിലും നമുക്ക് കിട്ടിയതിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിലുള്ള കുറച്ച് മിസ്റ്റേക്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നോർമൽ ലാപ്ടോപ്പ്, നമുക്ക് കിട്ടുന്ന ലാപ്ടോപ്പ് ഇതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്ന ഈ ഒരു സാധനം, അതായത് ഇവിടെ നിങ്ങളിങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരു ഷീറ്റ് പോലെ ഇതിൻ്റെ ടോപ്പിൽ ഒട്ടിച്ചിട്ടുണ്ടാവും. ഒരു HP ഇല്ലെങ്കിൽ വേണ്ട ഏതൊരു ലാപ്പിലാണെങ്കിലും ഇതേപോലെ ഒരു കോട്ടിങ് എക്സ്ട്രാ ഒരു ലെയർ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ടോപ്പിൽ ഉണ്ടാവില്ല. അത് നമ്മൾ HP അവരുടെ ഷോപ്പിൽ ചെന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇതേ സ്പെക്കുള്ള, ഇല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന HP ലാപ്ടോപ്പിൻ്റെ സ്പെക്കുള്ള ലാപ്ടോപ്പ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരിക്കലും ഇതേപോലെയുള്ള ഒരു സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അവർ പറഞ്ഞിട്ടുണ്ട് HP എന്നല്ല ഒരു പ്രൊഡക്റ്റിലും ഇതേപോലെയുള്ള ഒരു എക്സ്ട്രാ ലെയർ ഒരു ഷീറ്റോ കാര്യങ്ങളൊന്നും തന്നെ അവർ പ്ലേസ് ചെയ്യത്തില്ല എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ഫൈൻഡ് ചെയ്തൊരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ഇഷ്യൂ ആണ് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റീസ്റ്റാർട്ടോ ഇല്ലെങ്കിൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ക്രാഷസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്മൈലിയുടെ ഒരു സിമ്പലൊക്കെ വന്നിട്ട് ഒരു QR കോഡ് ഫുള്ള് ബ്ലൂ കളറിലൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. അത് മേ ബി സിസ്റ്റത്തിൻ്റെ ഡ്രൈവർ ഫെയിലർ ആവുന്നതുകൊണ്ടോ ഇല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഫംഗ്ഷനാലിറ്റീസ് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടൊക്കെയാണ് മെയിനായിട്ട് ആ ഒരു പ്രോബ്ലം നടക്കുന്നത്.
നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ഒരു ലാപ്ടോപ്പിൽ ഈ ഒരു ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ ഒരു പ്രശ്നമില്ലേ. അതോടൊപ്പം തന്നെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഒരു മിസ്റ്റേക്കാണ് ഇതിനകത്ത് വൈഫൈ ഡ്രൈവറിൻ്റെ ഒരു പ്രശ്നം. അതായത് വൈഫൈ ഡ്രൈവേഴ്സ് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ആവും, അതോടൊപ്പം തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും എനേബിൾ ആവും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേബിൾ ആയിട്ട് വൈഫൈ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ലാപ്ടോപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് വൈഫൈ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ വൈഫൈ അഡാപ്റ്റർ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല. മീൻസ് വൈഫൈയുടെ ഐക്കൺസോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് വിസിബിൾ അല്ല. കുറച്ച് നേരം കഴിയുമ്പോൾ എന്തായിരിക്കും, തന്നെ വൈഫൈ വീണ്ടും ലോഡായിട്ട് വരുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ വൈഫൈ ഡ്രൈവറിന് ഒരു മിസ്റ്റേക്സ് ഉള്ളതായിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സിസ്റ്റം ഒരു പക്ഷേ ഓൾറെഡി യൂസ് ചെയ്തതായിരിക്കാം, അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം മേ ബി ഒരു റീഫർബിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കാം. അങ്ങനെ ഈ ഒരു 3 മാസത്തോളം ഇതിങ്ങനെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്ത് ഒന്നില്ലെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം. ഈ 2 കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഒരു ആവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നെ അവരുടെ സൈഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ അവരുടെ കുറച്ച് റിപ്ലൈസ് നമ്മൾ കോൺടാക്ട് ചെയ്ത സമയത്ത് കുറേ കോൺടാക്റ്റ് ഉണ്ട്, നമ്മൾ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, കുറേ കോൾ റെക്കോർഡ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്കിവിടെ കേൾപ്പിക്കാനായിട്ട് കാര്യങ്ങൾ സാധിക്കത്തില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ കേൾപ്പിച്ചു തരാം. അല്ല, എനിക്ക് നിങ്ങളുടെ കോളിനായിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതെന്ത് എല്ലാ ദിവസവും നിങ്ങൾ ഇത് തന്നെയാണോ പറഞ്ഞു തുടങ്ങിയത്? എല്ലാ ദിവസവും ഞാനൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് നിങ്ങളെ വിശ്വസിച്ച് ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെയല്ല, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കേണ്ടത്. കാരണം ഇത്രയൊരു സാധനം മേടിച്ചിട്ട് ഞങ്ങളെ പറ്റിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഇത് കൺസ്യൂമർ കോർട്ടിൽ കൊണ്ടുപോയി ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ ഈ ലാപ്പിന്റെ ഫുൾ എമൗണ്ടും നഷ്ടപരിയായിട്ടുള്ള എമൗണ്ട് ഞാൻ പറഞ്ഞ എമൗണ്ട് എനിക്ക് കൈ കിട്ടും. പക്ഷെ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് മാന്യമായിട്ട് കാര്യം സംസാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു തീരുമാനം എനിക്ക് ഇന്ന് അറിയണം, ഇപ്പൊ അറിയണം. കാരണം എനിക്ക് ഇനി ഒരു ഡേയ്സ് അങ്ങോട്ട് ഒരു 1-2 ദിവസത്തേക്ക് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. സാർ അതാ പറഞ്ഞു, നമുക്കിപ്പോൾ നിലവിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ഓൾറെഡി ഇപ്പോൾ കംപ്ലൈന്റ് മൂവ് ആയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കില്ല. ഓൾറെഡി റെലവന്റ് ടീം അതിന്റെ ഭാഗമായിട്ട് കംപ്ലൈന്റ് മൂവ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര ദിവസം ഈ ഒരു സംഭവത്തിനകത്ത് 1 മാസത്തിന് മേലെ ഈ ഒരു സാധനത്തിന്റെ മേലെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? എന്താ നിങ്ങൾക്ക് ഇത്ര വർക്ക് ചെയ്യാനുള്ളത്? സാർ അതാ പറഞ്ഞത്, സാറിന് ഇപ്പൊ ഇങ്ങനെ ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്, അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പരിഹരിക്കണമെന്ന് ഓൾറെഡി ഇഷ്യൂസ് സാറിന് പരിഹരിക്കാൻ വേണ്ടി റെലവന്റ് ടീമിലേക്ക് ഇഷ്യൂ പോയി. എനിക്ക് ഇപ്പം പരിഹാരം അറിയണം. പറ്റൂല്ലെങ്കിൽ നിങ്ങൾ പറ്റില്ല എന്ന് പറയണം. 1 മാസം ഞങ്ങൾ ഇതിങ്ങനെ തട്ടി കളിക്കുന്നത് നിങ്ങൾക്ക് നടക്കത്തില്ല. ഇപ്പൊ എനിക്കൊരു കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു മറുപടി എനിക്ക് കിട്ടണം. യെസ് ഓർ നിങ്ങൾക്ക് പറ്റൂല്ലയോ? എനിക്ക് അത്രയും അറിയണം. ഞാൻ പറഞ്ഞു, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ നിലവിൽ. ഇപ്പൊ ഞാൻ വിളിക്കുന്നത് ഒരു പ്രാവശ്യമല്ല, ഒരു 10-20 പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്. എല്ലാ റെക്കോർഡും ഉണ്ട്. ഈ വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡയലോഗ് മാത്രം എൻ്റെ അടുത്ത് പറയുന്നത്, അല്ലാതെ എൻ്റെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂറിനുള്ളിൽ സോൾവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെള്ളി കഴിഞ്ഞിട്ട് ശനിയാഴ്ച വിളിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് മൺഡേ ലാസ്റ്റ് തീരുന്ന മുന്നേ എന്റെ ഇഷ്യൂ സോൾവ് ചെയ്യുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേ എനിക്ക് ഇതുവരെ എന്റെ ഇഷ്യൂ സോൾവ് ചെയ്തിട്ടില്ല. അപ്പൊ അതുവരെ ഞാൻ എന്റെ വർക്കും കാര്യം പെൻഡിങ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കണം. അഷുറൻസ് എന്താ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സാർ, അത് വന്നിട്ട് ടീം വന്നിട്ട് വർക്കിംഗ് ആണ്. സോ നമുക്ക് വന്നിട്ട് റെലവെന്റ് ടൈമും ഡേറ്റും നമുക്ക് പറയാൻ കഴിയില്ല എപ്പോഴാണ് സോൾവ് ആവുന്നത്. അപ്പൊ അതുവരെ ഞാൻ എന്റെ വർക്കും കാര്യങ്ങളും പെൻഡിങ് വെക്കണമെന്നാണോ പറയുന്നത്? ഇല്ല സാർ, അങ്ങനെയല്ല സാർ. പിന്നെ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യും ലാപ്ടോപ്പ് ഇല്ല? നിങ്ങൾ ഇത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടീമായിരുന്നെങ്കിൽ വിത്തിൻ ഒരു 1 വീക്ക് എങ്കിലും കൊണ്ട് എന്റെ ഇഷ്യൂ സോൾവ് ചെയ്ത് തരേണ്ടതായിരുന്നു. ഇത് 1 മാസമായിട്ട് നിങ്ങൾ ഇതിങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ലീഗൽ മൂവ് ചെയ്തോളാം. ഫ്ലിപ്കാർട്ടിൻ്റെ സപ്പോർട്ട് ടീം നമ്മളോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആ ഓഡിയോയിൽ കുറച്ച് കേട്ടിട്ടുള്ളത്. ഡയറക്റ്റ് നമ്മുടെ ഒരു ആവശ്യം അവരോട് പറഞ്ഞു, ഈ ഒരു പ്രോഡക്റ്റ് ഒന്നില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക, അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റീഫണ്ട് നമുക്ക് തിരിച്ചു തരിക എന്ന് മാത്രം നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഫ്ലിപ്കാർട്ട് പോലുള്ള ഓർഗനൈസേഷന് റീഫണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ ഒത്തിരി ടൈമൊന്നും വേണ്ടാന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മേ ബി എന്താ ചിന്താഗതി ആയിരിക്കാം. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവരോട് സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ആ ഓഡിയോയിൽ കേട്ടിട്ടുള്ളത്. നമ്മളൊരു രീതിയിൽ അവരോട് എതിർക്കാനോ വഴക്കുണ്ടാക്കാനോ തെറി വിളിക്കാനോ മോശമായി സംസാരിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാന്യമായ രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. അവർ പറയുന്ന കാലതാമസം ഒന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ജനുവരിയിൽ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റിന് ആ ടൈമിൽ തന്നെ നമ്മൾ കോൾ ചെയ്ത് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം മുതൽ ഈ മാർച്ച് മാസം വരെ ഒരു രീതിയിലുള്ള അപ്ഡേഷൻസോ കാര്യങ്ങളൊന്നും അവരുടെ സൈഡിൽ നിന്ന് വരാത്തത് കൊണ്ട് തന്നെ
അവർ പറയുന്ന കാലതാമസം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടത് 24 മണിക്കൂർ, മാക്സിമം 24 മണിക്കൂറിനുള്ളിൽ എനിക്കൊരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മൾ സോൾവ് ചെയ്യും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ലാസ്റ്റ് കോൾ ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് അവർക്ക് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ അഷുറൻസ് ഒന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നും, അതേപോലെ തന്നെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഹയർ ടീമിലോട്ട് നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഫ്ലിപ്കാർട്ട് പറയുന്നത്. അപ്പോൾ അവർക്ക് തുടക്കത്തിൽ തന്നെ പറഞ്ഞു അവർക്ക് ഈ ഒരു ഇഷ്യൂവിൽ അവർക്ക് ഒരു അഷുറൻസ് പറയാനായിട്ട് സാധിക്കത്തില്ല എന്ന് ഓൾറെഡി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ അവരോട് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഹയർ ടീമിലുള്ള ആൾക്കാരുടെ കോൺടാക്റ്റോ ഡീറ്റെയിൽസോ തരുവാണെങ്കിൽ ഞങ്ങൾ സംസാരിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ ഒരു പോളിസി പ്രകാരം ഹയർ ടീമായിട്ടുള്ള കോൺടാക്റ്റോ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളത് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു. അവരൊരു ഒരു റൂൾ ഉണ്ടാവും, ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവും, അതൊന്നും നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് സെല്ല് ചെയ്തിട്ടുള്ള ഒരു സെല്ലർ ഉണ്ടാവും, ആ സെല്ലറിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഞങ്ങൾ ഡയറക്റ്റ് അവിടെ കോൺടാക്ട് ചെയ്യാനുള്ളത്. ആ സമയത്തും പറഞ്ഞിട്ടുള്ളത് നമുക്ക് അവരുടെ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. മേ ബി അത് അവരുടെ റൂളായിരിക്കാം, പോളിസി ആയിരിക്കാം, പ്രൊസീജിയർ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഫ്ലിപ്കാർട്ടിൻ്റെ സപ്പോർട്ട് ടീമിലോട്ട് കോൺടാക്ട് ചെയ്ത് നമുക്കൊരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമൊക്കെ ആ സമയത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ കാണിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ വെച്ച് ഓർഡർ ഡീറ്റെയിൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻവോയ്സിൽ സീരിയൽ നമ്പർ ഇല്ലാത്ത ഇഷ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തതിൽ വാറണ്ടി എക്സ്പയർ ആയിട്ടുള്ളത് കാണിക്കുന്നുണ്ട്, ഇതേപോലുള്ള എല്ലാ ഇഷ്യൂസുകളും കാണിച്ച് നമുക്ക് എവിഡൻസുകൾ എന്തായാലും കാണിക്കേണ്ടി വരും. ഇതെല്ലാം കാണിച്ച് കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഫൈനലി നമ്മൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ നമ്മൾ ഒരിക്കലും ഫ്ലിപ്കാർട്ടിനെ നശിപ്പിക്കണമെന്നോ ഇല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂ നശിപ്പിക്കണമെന്നോ ഇതൊന്നുമല്ല. നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, 1000 2000 അല്ല, എത്ര രൂപയാണ്, ഇൻക്ലൂഡിങ് നമ്മൾ 1 രൂപയാണ് നമ്മൾ ചിലവാക്കുന്നതെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇതിൽ നമ്മൾ 1 ലക്ഷത്തിന് മേലെ നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ഈ പേ എമൗണ്ടിന് ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ ഒരു പേയ്മെന്റ് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് നമുക്ക് സാറ്റിസ്ഫൈ ആകുന്നില്ല, ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ റീഫർബിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വേറെ തന്നെയായിരിക്കും. നമ്മൾ അത്ര ആശിച്ച് മോഹിച്ച് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ സർവീസ് നമുക്ക് ബെറ്റർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു ദാരുണമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ഇഷ്യൂ, അതായത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിയാലും ഇൻ കേസ് നിങ്ങൾക്ക് അത് കിട്ടുന്നത് ഒരു ജെന്വിൻ പ്രൊഡക്റ്റ് അല്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആകുന്ന പ്രൊഡക്റ്റ് അല്ല, അത് റീപ്ലേസോ റീഫണ്ടോ അവർ ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് വേ എന്ന് പറയുന്നത് നമുക്ക് കൺസ്യൂമർ കോർട്ട് തന്നെ ആയിരിക്കും. അതിനൊരു ലീഗൽ സൈഡ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ലോ ഉണ്ട്. ഇതെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട നീതി നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ഇൻസിഡൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക, അതിനെങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാം, ഈ ഒരു കാര്യമായിരുന്നു ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് സൊല്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല, നമുക്ക് ലീഗൽ സൈഡ് തന്നെ ഫോളോ ചെയ്ത് സൊല്യൂഷൻ കിട്ടുമോ എന്നും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. മേ ബി കിട്ടാണ്ടിരിക്കാം. ഒരു ഫൈനൽ കൺക്ലൂഷനായിട്ട് എനിക്ക് അവസാനിപ്പിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇൻ കേസ് ഏതൊരു പ്രൊഡക്റ്റ് ആയിട്ട് ചെറുതോ വലുതായിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ ഏതൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്താലും നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിൽ നിന്ന് മാത്രമേ എടുക്കാവുള്ളൂ. പറ്റിക്കപ്പെടാതെ നമ്മൾ കെയർഫുള്ളായിട്ട് ഇതേപോലെയുള്ള സാധനങ്ങൾ വാങ്ങാനും അത് ഉപയോഗിക്കാനും ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ലാപ്ടോപ്പോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കൺസിഡർ ചെയ്യാണ്ടിരിക്കുക. അത് തന്നെയായിരിക്കും സേഫ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഫ്ലിപ്കാർട്ടിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്ലിപ്കാർട്ട് ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.